ഹലോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് ബ്രെഡ് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഒരു സവാള ചെറുതാക്കി കട്ട് ചെയ്തത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു ചെറിയ ക്യാരറ്റാണ് ചെറുതാക്കി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക. ഓപ്ഷണലാണ്, വേണമെന്നിട്ട് ഇട്ട് കൊടുക്കുക. അതിന് പകരം ക്യാബേജോ ബീട്രൂട്ടോ ഏതിട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. പിന്നെ പച്ചമുളക്, കറിവേപ്പിൻ്റെ ഇല, മല്ലിയില, ഇത് മൂന്നും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ തന്നെ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റോ അല്ലാന്നുണ്ടെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതാക്കി കട്ട് ചെയ്തതോ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിക്കുക. ഇത് നല്ലോണം ഒന്ന് സോഫ്റ്റ് ആവണ വരെ ഒന്ന് വാട്ടിയെടുക്കണം കേട്ടോ. അപ്പോൾ അടച്ച് വെച്ച് ഒരു 1-2 മിനിറ്റ് ഒന്ന് വേവിക്കുക. അതിൻ്റെ ഇടയിൽ കുറച്ച് ക്യാപ്സിക്കം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓപ്ഷണലാണ്, വേണമെന്നിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല പൗഡേഴ്സ് ഇടാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ചിക്കൻ മസാല, പിന്നെ ഗരം മസാല, ഇത് 3 ഇട്ട് കൊടുക്കുന്നത്. ഇതിൻ്റെ ഒന്നും അളവ് ഞാൻ പറയണില്ല. ഓരോ ഉണ്ടാക്കുന്നതിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് കൂട്ടിയും കുറച്ചും ഇട്ട് കൊടുക്കുക കേട്ടോ. കൂടുതലാവണ്ട, അപ്പം അതിൻ്റെ ഒരു കുത്തൽ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ 1-2 മിനിറ്റ് പച്ചമുളകൊക്കെ ഒന്ന് മാറണ വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പച്ചമുളക് കുറച്ച് കൂടുതൽ ചേർക്കാൻ ശ്രദ്ധിക്കുക. കാരണം ക്യാരറ്റൊക്കെ ഇടുമ്പോൾ കുറച്ച് മധുരമുള്ള ഇതുപോലെ തോന്നാം. അതുകൊണ്ട് കുറച്ച് സ്പൈസി ആക്കാൻ നോക്കുക. അതിനുശേഷം ഉരുളൻകിഴങ്ങ് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടുകൊണ്ട് വേവിച്ച് വെച്ചതാണ്. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ. ഫില്ലിങ്സ് ഇവിടെ റെഡി ആക്കണേ. നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റി ആക്കാം കേട്ടോ. ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് 4 ബ്രെഡാണ് ഞാൻ ഇപ്പോൾ എടുത്തേക്കുന്നത്. 4 ബ്രെഡ് എടുത്താൽ നമുക്ക് 2 സ്നാക്കാണ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത് കേട്ടോ. അപ്പോൾ ബ്രെഡ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, നല്ല സോഫ്റ്റുള്ള ബ്രെഡ് എടുക്കരുത്. കുറച്ചൊരു ഹാർഡായിട്ടുള്ള ബ്രെഡ് എടുക്കാൻ നോക്കുക കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ സെൻറ്ററിൽ കുറച്ച് എന്താ പറയുക, ഹോൾസൊക്കെ ഉള്ള അങ്ങനത്തെ എടുക്കരുത്. കുറച്ചൊന്നൊരു ഹാർഡായിട്ടുള്ളത് എടുക്കാൻ നോക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പൊട്ടിപ്പോകുന്നുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഓരോ ബ്രെഡും ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും ഒരു നല്ല ഷാർപ്പായിട്ടുള്ളൊരു മൂടി വെച്ചിട്ട് ഒന്ന് റൗണ്ടിൽ ഷേപ്പ് ചെയ്തെടുക്കാം. റൗണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ചതുരത്തിലെടുത്താലും മതി. അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ചതുരത്തിലാക്കി എടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പം എല്ലാതും ഞാൻ അങ്ങനെ ആക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. റൗണ്ടിലാണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ മാക്സിമം ആ ബ്രെഡ് ഒന്ന് കവർ ചെയ്തിട്ടാണ് എടുക്കാൻ നോക്കുന്നത്. ഇതിൻ്റെ ചെറുതുണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ചെറിയൊരു അടപ്പ് വെച്ചിട്ട് നിങ്ങൾക്ക് അങ്ങനെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ സൈഡൊക്കെ എടുത്തിട്ട് ഞാൻ ഒന്ന് പൊടിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ ബ്രെഡ് ഒന്ന് മുക്കാൻ വേണ്ടിയിട്ട് മൈദയും ഉപ്പും കുറച്ച് വെള്ളം പറഞ്ഞിട്ട് നന്നായിട്ട് ലൂസ് ബാറ്റർ ആക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. അതേപോലെ ബ്രെഡ് ക്രംസും ഉണ്ട് കേട്ടോ, ബ്രെഡ് പൊടിച്ചെടുത്തതുകൊണ്ട്. അപ്പോൾ അത് 4 ഇപ്പോൾ ഞാൻ ചെയ്തെടുക്കുന്നത്. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് വലിയ ഉണ്ടാക്കിയാണ്ട് തന്നെ എടുക്കുക. എന്നിട്ട് ഒരു ബ്രെഡിൻ്റെ മേലെ ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക. അതേ ഷേപ്പിൽ ഒന്ന് പരത്തി കൊടുക്കുക. കുറച്ച് കട്ടിക്ക് ചെയ്യാൻ നോക്കുക. ബ്രെഡല്ലേ, അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ്സ് കുറച്ച് കട്ടിയിലാക്കി എടുക്കുക കേട്ടോ. എന്നിട്ട് അതിൻ്റെ മേലെ മറ്റേ ബ്രെഡും വെച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നമ്മൾ കാണുമ്പോൾ ജസ്റ്റ് ഒരു ബർഗറിൻ്റെ ഒക്കെ പോലെ തോന്നും. ബർഗറല്ല, അതേപോലെയൊക്കെ ഒരു ഷേപ്പിൽ കേട്ടോ. അതുപോലെ അടുത്തതും ഞാൻ ചെയ്തെടുക്കുന്നുണ്ട്. കുറച്ച് കട്ടിക്ക് തന്നെ ചെയ്യുക, അപ്പോഴൊരു നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ അത് ഫില്ലിങ്സ് നല്ല സ്പൈസി ആക്കാൻ നോക്കുക. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഈ മൈദൻ്റെ മിക്സിന് പകരം മുട്ട വെച്ചിട്ടും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇത് മൈദൻ്റെ മിക്സിലാണ് ഒന്ന് മുക്കിയെടുക്കുന്നത്. അങ്ങനെ രണ്ടും ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ജസ്റ്റ് ഒന്ന് എന്താ പറയുക, റോൾ ചെയ്യുക. ആ ഷേപ്പ് നേർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ മൈദയിൽ മുക്കി ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ മുക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് ഇത് ജസ്റ്റ് ഒരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു ബ്രെഡാണ്. അപ്പം അതിനാണ് ഞാൻ പറഞ്ഞത് കുറച്ചൊരു ഹാർഡായിട്ടുള്ള ബ്രെഡ് എടുക്കാൻ നോക്കുക. എന്നിട്ട് 2 സൈഡിലും ജസ്റ്റ് ഒന്ന് റോൾ ചെയ്താണ്ട് അങ്ങനെ എല്ലായിടത്തും ഒന്ന് ബ്രെഡ് ക്രംസ് ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. ഫില്ലിങ്സ് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ചിക്കൻ വെച്ചിട്ടാണെങ്കിൽ, ബീഫ് വെച്ചിട്ടാണെങ്കിൽ അങ്ങനെ, മുട്ട വെച്ചിട്ടാണെങ്കിൽ അങ്ങനെ, എങ്ങനെയും ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ വെജിറ്റബിൾ ആക്കിയിട്ടാണ് ഇത് എടുക്കുന്നത്, ചിക്കനൊന്നും യൂസ് ആക്കുന്നില്ല. അതേപോലെ ഞാൻ രണ്ടും ചെയ്തെടുക്കുന്നുണ്ട്. ബാറ്ററിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് അതൊന്ന് പൊരിച്ചെടുക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു പാന് ചൂടാക്കാൻ വെക്കാം. അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. നല്ലോണം ചൂടായതിന് ശേഷം മാത്രം ഇതിട്ട് കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കണ്ട് ഇതൊന്ന് പൊരിച്ചെടുക്കാം കേട്ടോ.
ഹൈ ഫ്ലെയിമിൽ തന്നെ ആകുമ്പം ഈ ബ്രെഡ് എന്താ പറയുക എണ്ണ കുടിച്ചെടുക്കുന്ന പ്രശ്നമൊന്നുമില്ല, തീരെ എണ്ണ ഇതാവില്ല കേട്ടോ. തീ കുറച്ച് വെച്ചാലാണ് എണ്ണ നന്നായിട്ട് കുടിച്ചെടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ എണ്ണ ഒന്നും ഇത് കുടിച്ചെടുക്കില്ല. അങ്ങനെ ഞാൻ രണ്ടും ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഹാർഡായിട്ടുള്ള ബ്രെഡ് എന്ന് പറഞ്ഞത് പെട്ടെന്ന് പൊട്ടിപ്പോവാത്ത സൈസ് ബ്രെഡാണ് കേട്ടോ. അല്ല സോഫ്റ്റ് ഉണ്ടായാലും ചിലത് പൊട്ടിപ്പോവാത്ത മോഡൽ ബ്രെഡ് ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ എടുത്താൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ, എന്നാലോ ഭയങ്കര ടേസ്റ്റുമാണ് കേട്ടോ. ചിക്കനൊക്കെ വെച്ചിട്ടാണെങ്കിൽ അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. പിന്നെ അത് ഒന്ന് തിന്നാൽ തന്നെ വയറ് ഫുള്ളാവും, കാരണം നല്ല ഫില്ലിങ്സൊക്കെ വെച്ചിട്ടാണല്ലോ. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ ഫില്ലിങ്സ് വെച്ച് കൊടുക്കാൻ നോക്കുക, അപ്പോഴേ ഭയങ്കര ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. ഇപ്പോൾ നോമ്പ് തുറക്കുമ്പോഴൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു സിമ്പിളായിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. എന്നിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ.